കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ മകന്റെ അടിയേറ്റ് അച്ഛൻ മരിച്ചു. 64-കാരനായ ശശിധരനാണ് മരിച്ചത്. പ്രതി അഭിരാം പിടിയിലായി. ഇയാൾ ലഹരിക്ക് അടിമയാണെന്ന് പോലീസ് പറയുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് നമ്മളുമായി ചേരുന്നത്. അനീഷ്, തികച്ചും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഒരു മകൻ സ്വന്തം അച്ഛനെ അടിച്ചു കൊന്നു, ലഹരിക്ക് അടിമയാണെന്ന് പറയപ്പെടുന്നു. എന്താണ് പോലീസിന്റെ നടപടികൾ? അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? തീർച്ചയായും അങ്ങേറ്റം ഞെട്ടിക്കുന്ന വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 64-കാരനായ മക്കനാട് വീട്ടിൽ ശശിധരൻ എന്നയാളാണ് സ്വന്തം മകന്റെ കയ്യിൽ നിന്നുള്ള അടിയേറ്റ് മരിച്ചിരിക്കുന്നത്. ഇയാൾ മകൻ അബ്രാം എന്ന 29 വയസ്സുള്ള യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 12-ക്ക് ശേഷമാണ് സംഭവങ്ങൾക്ക് തുടക്കം. മദ്യപിച്ച് വീട്ടിലെത്തിയ ഈ അഭിരാം വീട്ടിൽ വഴക്കുണ്ടാക്കിയായിരുന്നു. ഇതിനെ ചൊല്ലി അച്ഛനും മകനും കൂടി തർക്കമുണ്ടാവുകയും ഒരു മരത്തിന്റെ പട്ടിക എടുത്ത് തലക്കടിക്കുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പോലീസ് എത്തി പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെത്തുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഈ അഭിരാം സ്ഥിരമായി മദ്യപിച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ ചൊല്ലി പലപ്പോഴും ഈ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.